ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെ കാണുന്നുവെന്ന് യൂണിവേഴ്സ് നമുക്ക് കാർഡ്സിലൂടെ പറഞ്ഞു തരാൻ പോവുകയാണ്. ഈ വീഡിയോ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂഡ് ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെച്ച് യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും അട്രാക്റ്റ് ആവാനായിട്ട് പ്രാർത്ഥിക്കുക. നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാറിപ്പോകാനും യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും കാർഡ്സ് നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള കാർഡ്സാണ്. എൻ്റെ കൈകളല്ല, യൂണിവേഴ്സിൻ്റെ കൈകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് ചൂസ് ചെയ്തേക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കിക്കാണുന്നത്? എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് പോകുന്നത് എന്നൊക്കെയാണ് ഈ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ രാവിലെ, പ്രഭാതത്തിൽ, മോർണിംഗിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇത്രയധികം ചിന്തിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കിയാലോ. നല്ല ചിന്തയോടുകൂടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ഉണ്ടല്ലോ, ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് കപ്സ് കാർഡാണ്. എന്താ 3 ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സൺ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദറോ ഫാമിലി ഫങ്ഷനോ അങ്ങനെ എന്തോ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സിബ്ലിങ്സ് ആയിട്ടൊക്കെ, അല്ലെ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ ചെറിയ എന്തോ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലോ അതിന് തലേന്നോ അങ്ങനെ 1-2 ദിവസത്തിനുള്ളിൽ അവരൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും അവർക്ക് ചുറ്റുണ്ടെങ്കിലും അവരൊറ്റപ്പെട്ട പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും ഉണ്ട്, സന്തോഷമുണ്ട്, എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ അവരാകെ ഒറ്റപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവരിൽ നിങ്ങളുടെ ഓർമ്മകൾ വരികയാണ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ്, എൻ്റെ മനസ്സിവിടെ ഒന്നല്ല, എന്തുകൊണ്ടോ ഞാൻ എൻ്റെ പേഴ്സണിലേക്ക് പോകുന്നു, എൻ്റെ ചിന്തകൾ പോകുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ ഒത്തിരി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന എനർജിയാണ് 8 ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങൾ അടുത്തില്ലാത്തത് ആലോചിക്കുമ്പോൾ അവരൊത്തിരി നിരാശയായിട്ട് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാവരും ഉണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. എല്ലാവരും മുമ്പിലും സന്തോഷം അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരവസ്ഥ. എന്നാൽ പുറമെ അവർ കാണിക്കുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ അവരൊത്തിരി സങ്കടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പിണങ്ങിയതായിരിക്കാം. എന്തു തന്നെയായാലും അവരുടെ ചിന്ത നിങ്ങളിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. എന്താണ് തേർഡ് കാർഡ് കാണിക്കുന്നത്? 4 ഓഫ് വാൻഡ്സ് ആണ്. ആ ആഘോഷത്തിമർപ്പിൽ എല്ലാവരും, അവർ സിബ്ലിങ്സ് ആണെങ്കിൽ ഫാമിലി ആണെങ്കിൽ എങ്ങനെയായാലും അവർ ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരെ കൂടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അവരൊറ്റയ്ക്കായതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളില്ലാത്തത്, നിങ്ങളായിട്ട് ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന ഈ സിറ്റുവേഷൻ അവരൊത്തിരി വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, 2 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളായിട്ട് ഒന്നു ചേരണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സ് ഫുള്ള്. എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കാണണം, ഒരു വാക്കൊന്ന് മിണ്ടണം. ഇന്ന് നിങ്ങളെക്കുറിച്ച് അവർ ചേസ് ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളവരെ ചേസ് ചെയ്ത് പോയേക്കായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളെ ചേസ് ചെയ്യുകയാണ്. ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ മറ്റുള്ള ആരെങ്കിലോടൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയുന്നുണ്ടാവാം. മനസ്സിലായോ? നിങ്ങൾ ചേസ് ചെയ്ത എനർജിയൊക്കെ യൂണിവേഴ്സ് ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പം അന്വേഷിക്കുന്നത്.
നിങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തണം, നിങ്ങളോടൊരു വാക്ക് മിണ്ടണം, കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്ത് തന്നെ വിഷമാണെങ്കിലും അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് പുതിയൊരു തുടക്കം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് കഴിഞ്ഞ നൈറ്റ് അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, മിണ്ടണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അടുത്ത കാർഡ് പറയുന്നത് 6 ഓഫ് വാൻസ് കാർഡാണ്. എന്താ 6 ഓഫ് വാൻസ് കാർഡ്? അവർ ഉറച്ച തീരുമാനമെടുത്തേക്കാണ്. അവർ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കാം, മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ ഒത്തിരി ഒരു നല്ലൊരു പൊസിഷനിലുള്ളൊരു പേഴ്സൺ. ആ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ ഇഷ്ടമാണ്. മറ്റുള്ളവർ അത്രമേൽ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആ പേഴ്സണ് നിങ്ങളിലാണ് അതിയായ ആഗ്രഹം. മനസ്സിലായോ? 10 പേര് അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവർ ചിന്തിക്കുന്നത് എനിക്കിഷ്ടം, ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ പേഴ്സണെയാണ്, എനിക്ക് അവർ മതി, അവരില്ലാത്ത ജീവിതം എനിക്ക് എന്താ ശൂന്യതയാണ്, ഇത്രയും ദിവസം എങ്ങനെയൊക്കെയോ എനിക്ക് അറിയണില്ല ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന്, എനിക്ക് അവരിലെത്തണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് 6 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്താ അറിയോ? ദ ഹെറോഫൻ്റാണ്. അവർ അറിവുള്ളൊരു പേഴ്സണാണ്, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നൊരു പേഴ്സണാണ്. അത്യാവശ്യം ജ്ഞാനോ മറ്റുള്ളവരാൽ എന്താ പറയുക, അവർക്ക് നോക്കുമ്പോൾ ഒത്തിരി അറിവുള്ളൊരു പേഴ്സണായിട്ട് അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ഈ കാർഡ്സ് കാണിക്കുന്നത്. ഹീറോഫൻ്റ് കാർഡ്സ് കാണിക്കുന്നത് അവരൊത്തിരി അറിവുള്ളൊരു പേഴ്സണായിട്ടാണ്. മനസ്സിലായോ? അവർക്ക് കിട്ടുന്ന അറിവ് അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളൊരു ജോബായിരിക്കാം, കരിയർ ആയിരിക്കും അവരുടെ. ഏത് ഫീൽഡും ആവാം, ടീച്ചിങ് ആവാം, മെഡിക്കൽ ഫീൽഡ് ആവാം, ലോ ആവാം, എല്ലാത്തിലും ഒരു മുൻപന്തിയിൽ നിൽക്കില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. എന്താണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ? അവരുടെ ഉള്ളിൽ പ്രകടിപ്പിക്കാതെ വെച്ച ആ സ്നേഹം നിങ്ങളിലേക്ക് 2 കൈകളും നീട്ടി തരാൻ പോകുന്നു. അവരുടെ മനസ്സിൽ അവർ മറച്ചു വെച്ച സ്നേഹം എന്തിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ആരുടെയൊക്കെയോ പ്രവൃത്തി കൊണ്ട്, എന്തിൻ്റെയൊക്കെയോ പ്രവൃത്തി കൊണ്ട്, ആരോടോ ഒക്കെയുള്ള ഭയം കൊണ്ട് നിങ്ങൾ ഇന്ന് 2 പേരും 2 ദിക്കിലാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം കുമിഞ്ഞുകൂടി ഒരു കൈ കുമ്പിൾ നിറച്ച് സ്നേഹം നിങ്ങളിലേക്ക് പകർന്നു തരാനായിട്ട് വരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? എന്നാലേ നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇവിടെ കാർഡ്സിൽ. അതിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ അവരെ വലിയ കാര്യമായിട്ട് ഗവനിക്കുന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു. എന്താണോ നിങ്ങൾക്ക് ആവശ്യം, എഡ്യൂക്കേഷനാണോ, കരിയറാണോ, അല്ലെങ്കിൽ ബിസിനസ്സാണോ, എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊരു മാറ്റം വന്നതായിട്ടാണ് ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ എന്ന പേഴ്സണിൽ മാറ്റം വന്നു. നിങ്ങൾ ഇപ്പോൾ അവരെ ചേസ് ചെയ്യാൻ പോണില്ല. അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ചേസ് ചെയ്യുമ്പോഴേക്ക്, മെസ്സേജ് ചെയ്യുമ്പോഴേക്ക് ഇപ്പോൾ ശരിയല്ല, എനിക്ക് കുറച്ച് സമയം വേണം, ചിന്തിക്കാനൊക്കെ സമയം വേണം, ഒന്ന് കുറച്ച് നാളൊന്ന് മാറി നിൽക്കുമോ, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആലോചിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും നിങ്ങൾ 10 ദിവസം കഴിയുമ്പോൾ നിങ്ങളും ചേസ് ചെയ്ത് വീണ്ടും മെസ്സേജ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടാവാം. അപ്പോൾ അവർ മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടാവാം. എന്നാൽ യൂണിവേഴ്സ് അവരെ കൊണ്ട് എന്താണ് ഇപ്പം നിങ്ങളെ ചേസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവർ മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അങ്ങനെ അവരറിഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്, പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി ചിന്തിച്ച് പ്രവർത്തിച്ച് ഇന്ന് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ അത്രയും ജെന്യുവനായിട്ടുള്ളൊരു പേഴ്സണായിട്ട് നിങ്ങളെ കാണുന്നത്, ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അവർ പറഞ്ഞ കാര്യം ഒന്നുമില്ലാതെ നിങ്ങൾ
വിഷമിച്ചിട്ടായാലും നിങ്ങൾ അവരുടെ അടുത്ത് ഒന്നിനും പോയിട്ടില്ല, കോൾ ചെയ്യാൻ പോയിട്ടില്ല, മെസ്സേജ് ചെയ്യാൻ പോയിട്ടില്ല, നിങ്ങൾ ഒന്നിനും പോയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഹീലായി. ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളിലുള്ള മുറിവുകളൊക്കെ ഹീലായി നിങ്ങൾ ഇന്ന് പുതിയൊരു വ്യക്തിയാണ്. മനസ്സിലായോ? മേ ബി നല്ല ജോബൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പുതിയൊരു കരിയറൊക്കെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടാവാം. ഇതൊക്കെ അവർ അറിയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്താ തോന്നിയത്? ഇന്ന് ആ പേഴ്സൺ എന്നിൽ നിന്ന് അകന്നിരുന്നപ്പോൾ അവർ തളർന്നിരുന്നില്ല. അവരുടെ അവർ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് അവർ നല്ലൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അവരെന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നില്ല. അവരുടെ സ്നേഹം സത്യസന്ധമായിരുന്നു, ഹോണസ്റ്റ് ആയിരുന്നു. ഞാനത് മനസ്സിലാക്കാൻ വൈകി. അവർ ആദ്യം കരുതിയത് നിങ്ങൾ അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, അവരൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അത് കൂട്ടാക്കാതെ വീണ്ടും 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 അവരെ ഡിസ്റ്റർബ് ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചത്. അവരെ തിരക്കുകൾ മൂലം നിങ്ങൾ അവോയ്ഡ് ചെയ്തപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്തത്? ആ കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റാണെന്ന് കരുതിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളെ എന്ന വ്യക്തിയെ വാർത്തെടുത്തത്. നിങ്ങൾ ഒന്ന് മിണ്ടിയാൽ ഒന്ന് കരയുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്, അത്രയും വിഷമിക്കുന്ന എനർജിയാണ്. ആ എനർജിയിൽ നിന്ന് നിങ്ങൾ ഇന്ന് എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു പേഴ്സണായി മാറിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ ഇടപെടൽ തന്നെയാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. അവർക്കൊപ്പം എത്തണമെന്ന് നിങ്ങളുടെ വാശിയായിരുന്നു. നിങ്ങൾ കുറേ എനർജീസൊക്കെ അതിലേക്ക് എത്തിയിട്ടുണ്ട്, കുറേ പേര് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരറിയുന്നുണ്ട്. മനസ്സിലായോ? ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നോളാനാണ് പറയുന്നത്. അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ടുള്ള ആ ഒരു കറേജ് നിങ്ങൾക്കായി കഴിഞ്ഞു, അല്ലെങ്കിൽ ആവാൻ പോകുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും വ്യത്യസ്ത എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്ന കാര്യം എങ്ങനെയാണ് നിങ്ങളിലേക്ക് വാല്യൂ ആവണേന്ന്, അല്ലേ? അപ്പോൾ അടുത്ത കാർഡിലേക്ക് ഞാൻ പോവാണ്. ഇത് ടവറാണ്. ടവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു നിങ്ങളെ കുറിച്ചിട്ട്, ഒരു മിഥ്യാധാരണ. നിങ്ങൾ അവരില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അവരെ ഇപ്പം മിണ്ടാതിരുന്ന നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഒരു ബാധ്യതയായിട്ട് ചെല്ലുമെന്നൊക്കെ ഒരു ചിന്തിച്ചിട്ടുണ്ടാവാം മുന്നേ. എല്ലാവരുടെ കാര്യമില്ല കേട്ടോ, കുറച്ച് പേരുടെ. അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വിഷമമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു അവർക്ക്. എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് നിന്നിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ എനർജീസ് ഉണ്ട്. മനസ്സിലായോ? ആ എനർജിയൊക്കെ മാറി അവർക്ക് ഒരു ബോധോദയം ഉണ്ടായി പറയില്ലേ, എന്താ പറയുക, വെളിപാടോ അങ്ങനെ ഉണ്ടായി പറയില്ലേ, അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ ടവർ അത് തകർന്നടിഞ്ഞു. അവരൊരു ഒരു നിങ്ങളെക്കുറിച്ചൊരു എന്താ പറയുക, കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. നിങ്ങൾ എങ്ങനെ ആയിരിക്കും, ഇങ്ങനെയാണ്, എവിടെ പോവാനാണ്, എന്താവാനാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ സിറ്റുവേഷൻ, കരഞ്ഞിരിക്കുന്നുണ്ടാവോ, എവിടെ. കുറച്ച് ദിവസമൊക്കെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഓരോ ദിവസം ഹീലായി പോയപ്പോൾ അവിടെ അവർക്ക് സംഭവിച്ചത് അവർ കൂട്ടിവെച്ച അതല്ല നിങ്ങൾ. അവർ ചിന്തിച്ചൊരു പേഴ്സണേ അല്ല നിങ്ങൾ. നിങ്ങൾ ആരാണ്? ബോൾഡായിട്ടുള്ളൊരു പേഴ്സണാണ് എന്നവർ തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതലാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടായത്, ഞാൻ വിചാരിച്ച പോലെയല്ല എൻ്റെ പേഴ്സൺ, ജെനുവിനാണ്, അവർ നല്ലൊരു വ്യക്തിയാണ്, ഓണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എന്തിനാണ് ഞാൻ അവരെ വിട്ടുകളയണേ? അവരെൻ്റെ ലൈഫ് തകർക്കാൻ നോക്കിയിട്ടില്ല. മറ്റുള്ളവർ പലരും പലതും പറഞ്ഞത് കേട്ടിട്ട് ഞാൻ എന്താ ഇങ്ങനെ ചിന്തിച്ചത്? എന്നിലല്ലേ തെറ്റ് സംഭവിച്ചത്? ഞാനല്ലേ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി? എൻ്റെ പേഴ്സൺ എന്നെ എന്താ ചെയ്തത്? സ്നേഹിച്ചു, ഒത്തിരി സ്നേഹിച്ചു, അതല്ലേ ചെയ്തത് എന്നവരിപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് യൂണിവേഴ്സ് നമുക്കായിട്ട് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്താ? വേൾഡാണ്. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണണം, സംസാരിക്കണം, നിങ്ങളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, നിങ്ങളെയും കൊണ്ടൊന്ന് ട്രാവൽ ചെയ്യണം. അവർ ട്രാവലിങ്ങിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പേഴ്സണാണ്. മേ ബി നിങ്ങളായിരിക്കാം. വെറുതെ ഇങ്ങനെ രാത്രി സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ എനർജി ആയിരിക്കാം. വെറുതെ ഇങ്ങനെ ട്രാവൽ ചെയ്യുക,
കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുക. അങ്ങനത്തെ ഒരു എനർജി. വേൾഡ് കാണാൻ പറയില്ലേ, വേൾഡ് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുക. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കാൻ പറയില്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും ഇഷ്ടമാണ്. അതൊക്കെ നിങ്ങൾ പരസ്പരം സംസാരിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ അവർ ഇപ്പോൾ റീതിങ്ക് ചെയ്യുകയാണ്, പാസ്റ്റിനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ്. എൻ്റെ പേഴ്സൺ ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണല്ലോ, എനിക്കിഷ്ടമാണ്, എനിക്ക് അവരെയും കൊണ്ടൊന്ന് പോകണം, ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക്, ഞങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് ഞങ്ങൾക്കൊന്ന് പോകണം, എനിക്ക് കുറേ കാര്യങ്ങൾ അവരോട് സംസാരിക്കാനുണ്ട്. അതൊക്കെ എനിക്ക് എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ, ഞാൻ എന്തുകൊണ്ട് അവരെ തെറ്റിദ്ധരിച്ചെന്ന് പോലും എനിക്കറിയില്ല. എല്ലാ കാര്യം അവരോട് പറഞ്ഞൊരു സോറി പറയണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു എന്ന് പറയുന്നു. 2 പെൻഡക്കിൾ കണ്ടോ? അടുത്ത കാർഡിൽ 6 ഓഫ് പെൻഡക്കിളാണ്. 2 വഴി നിങ്ങൾക്കായി തിരിയുന്നതെന്നാണ് കാണിക്കുന്നത്. 2 വഴി എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ 2 സുഹൃത്തുക്കളെ തേടി അവരോട് സമീപിച്ചിട്ടുണ്ടാവണം, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് 2 വഴികൾ തുറന്നു വരുന്നു എന്നാവാം. നിങ്ങളുടെ കരിയറിലേക്കോ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലേക്കോ ഒരു 2 വഴികൾ തുറന്നു വരുന്നു, യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. നിങ്ങൾക്കത് ചൂസ് ചെയ്യാം എന്നുള്ള ഓപ്ഷനും ഇവിടെയുണ്ട് കേട്ടോ. അങ്ങനെയും നമുക്ക് കണക്കാക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നത് 2 പേഴ്സണിലൂടെയാണെന്നും കണക്കാക്കാം. എന്നാൽ നിങ്ങൾക്ക് 2 വഴികൾ തെളിഞ്ഞു വരുന്നു എന്നും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ? നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം ആയിരിക്കും, നിങ്ങളുടെ പേഴ്സണുമായിട്ട് കൂടിച്ചേരണം എന്ന് വിചാരിച്ച ആ നിമിഷം ആയിക്കൂടെ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് അവരൊപ്പം നിൽക്കാനായിട്ടുള്ള എനർജി എപ്പോൾ വരുന്നു അന്നേ ഞാൻ ആ പേഴ്സൻ്റെ മുന്നിൽ ഇനി നിൽക്കൂ. അപ്പോൾ നിങ്ങളിലേക്ക് എന്ത് വന്നു? കരിയർ എന്നുള്ളൊരു സംഭവം വന്നു, ആ പേഴ്സണെ കാണണം എന്നുള്ളൊരു സംഭവം വന്നു. അങ്ങനെയും കണക്കാക്കാം. നിങ്ങൾ ചിന്തിച്ചൊരു കാര്യമാണ്, ഞാൻ അവരുടെ മുന്നിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുന്ന ആ സമയം വരില്ലേ, ആ സമയത്ത് എനിക്ക് അവരെ ഒന്ന് കാണണം, നേരിൽ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറുടെ എനർജി അതാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരുടെ മുന്നിൽ തല ഉയർത്തി എന്നിട്ട് നിൽക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അവരെ മുന്നിൽ നിൽക്കണം തന്നെയാണ്. എന്തിൻ്റെ ബേസിൽ? ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ആ പേഴ്സൻ്റെ മുന്നിൽ നിൽക്കണം. അത് നടക്കുമെന്നാണ് യൂണിവേഴ്സ് കൂടെ പറയുന്നത്. അടുത്ത കാർഡ് മാജീഷ്യനാണ്. മാജീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റം തന്നെയാണ്. നിങ്ങളിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ളൊരു മാറ്റം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം, നിങ്ങൾ വിചാരിച്ച മാറ്റം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. മാജിക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ 2025 നിങ്ങളുടെ വർഷമാണ്. ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണിക്കുന്നത്. ദ സൺ ആണ്. സൺ എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊരു ഫീലിംഗ് അല്ലേ പുലർക്കാലത്തിലെ സൺ എന്ന് പറയുമ്പോൾ, സന്ധ്യ മയങ്ങുന്ന നേരത്തെ സൺ എന്ന് പറയുമ്പോൾ അല്ലേ? അത്രയും പ്രകാശത്തോടു കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ആ സണ്ണല്ലേ, ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ്. സൂര്യനായിട്ട് സങ്കല്പിക്കാം നിങ്ങളുടെ പേഴ്സണെ. നിങ്ങളെ വിരിയാൻ പോകുന്ന സൂര്യകാന്തിയായിട്ട് ഉപമിക്കാം. സൂര്യൻ ഏത് ദിക്കിൽ ഉദിക്കുന്നോ അവിടെയാണ് സൂര്യകാന്തി അല്ലേ? സൂര്യൻ ഉദിക്കുന്ന ദിക്കിലാണ് സൂര്യകാന്തി വിരിയുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എങ്ങോട്ടാണ് തല കുനിച്ച് നിൽക്കാറ്? സൂര്യന് സമീപത്തേക്ക്, സൂര്യനെ നേരെ നോക്കി നിൽക്കും സൂര്യകാന്തി. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്ന നിശ്ചയമാണ്. ഇന്ന് രാവിലെ തന്നെ അവരൊത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് എണീക്കുന്നത്. അവരുടെ ചിന്ത നിങ്ങളിലേക്ക് വരിക എന്ന് തന്നെയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂണിവേഴ്സിനോട് കാർഡ്സ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വാല്യൂ ആവണമെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമെന്നത് നിശ്ചയം തന്നെയാണ്.
എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നിങ്ങളിലേക്ക് വരും. ഇനി എൻ്റെ വ്യൂവേഴ്സിന് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല ഉത്തരങ്ങളായിട്ട് യൂണിവേഴ്സിനോട് നമുക്ക് ചോദിക്കാമെന്നേ. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കാം, യൂണിവേഴ്സ് അതിനുള്ള ഉത്തരം തരും. അപ്പം നമുക്ക് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. ശുഭദിനം.